ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ബൈബിൾ ക്വിസ് അനുഗ്രഹമായി നടക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാവുന്നു, ദൈവവചന പഠനത്തിന് കാരണമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. നമുക്ക് ഉത്തരം അയക്കുവാനുള്ള സമയമെന്ന് പറയുന്നത് ഒരു ദിവസമാണ്. അതായത് തിങ്കളാഴ്ച തരുന്ന ചോദ്യങ്ങൾക്ക് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. അതുപോലെ തന്നെ വ്യാഴാഴ്ച ഇന്ന് തരുന്ന ചോദ്യങ്ങൾക്ക് നാളെ വൈകിട്ട് 5 മണി വരെ, വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. അതിനുശേഷവും ഉത്തരം അയച്ചാൽ ഒരു വിഷയവുമില്ല. ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സമയം കിട്ടുന്നത് പോലെ വായിച്ച് ഉത്തരങ്ങൾ അയച്ചാൽ മതിയാകും. എങ്കിലും നിങ്ങളെല്ലാവരും വിജയികളാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുക. ഉത്തരങ്ങൾ അയക്കുന്ന എല്ലാവരെയും വിജയികളായിട്ട് തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. അപ്രകാരം തന്നെ എല്ലാവരും ഉത്തരങ്ങൾ അയക്കുക. കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, വേഗത്തിൽ തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ബാലന്റെ അപ്പൻ നിലവിളിച്ചു പറഞ്ഞ വാക്ക് ഏതാണ്? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ, കർത്താവേ എന്നെ രക്ഷിക്കണമേ. ഓപ്ഷൻ ബി, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി, കർത്താവേ എൻ്റെ ബാലനെ സൗഖ്യമാക്കണമേ. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ബാലന്റെ അപ്പൻ നിലവിളിച്ചു പറഞ്ഞ വാക്ക് എന്താണ്? ഓപ്ഷൻ എ, കർത്താവേ എന്നെ രക്ഷിക്കണമേ. ഓപ്ഷൻ ബി, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി, കർത്താവേ എൻ്റെ ബാലനെ സൗഖ്യമാക്കണമേ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കേണ്ടത് ആരോടാണ്? ഓപ്ഷൻ എ, ശിഷ്യന്മാരോട് മാത്രം. ഓപ്ഷൻ ബി, ദൂതന്മാരോട്. ഓപ്ഷൻ സി, സകല സൃഷ്ടിയോടും. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കേണ്ടത് ആരോടാണ്? ഓപ്ഷൻ എ, ശിഷ്യന്മാരോട് മാത്രം. ഓപ്ഷൻ ബി, ദൂതന്മാരോട്. ഓപ്ഷൻ സി, സകല സൃഷ്ടിയോടും. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: യേശുവിനെ വെച്ചിടം നോക്കിക്കണ്ട സ്ത്രീകൾ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ എ, മഗ്ദലനക്കാരത്തി മറിയയും മാർത്തയും. ഓപ്ഷൻ ബി, മഗ്ദലനക്കാരത്തി മറിയയും യോസയുടെ അമ്മ മറിയയും. ഓപ്ഷൻ സി, യാക്കോബിന്റെ അമ്മ മറിയയും സലോമിയും. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശുവിനെ വെച്ചിടം നോക്കിക്കണ്ട സ്ത്രീകൾ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ എ, മഗ്ദലനക്കാരത്തി മറിയയും മാർത്തയും. ഓപ്ഷൻ ബി, മഗ്ദലനക്കാരത്തി മറിയയും യോസയുടെ അമ്മ മറിയയും. ഓപ്ഷൻ സി, യാക്കോബിന്റെ അമ്മ മറിയയും സലോമിയും. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: യേശുവും ശിഷ്യന്മാരും ആലപിച്ച ഗാനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശുവും ശിഷ്യന്മാരും ആലപിച്ച ഗാനം ഏതാണ്? അഞ്ചാമത്തെ ചോദ്യം: ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുന്നത് ആർക്കാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുന്നത് ആർക്കാണ്? ആറാമത്തെ ചോദ്യം ഇതാണ്: ഒരു വിഷയത്തിൽ കേട്ടതെന്ത്, കണ്ടതെന്ത്, കണ്ടപ്പോൾ ഓർത്തതെന്ത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഒരു വിഷയത്തിൽ കേട്ടതെന്ത്, കണ്ടതെന്ത്, കണ്ടപ്പോൾ ഓർത്തതെന്ത്? എല്ലാവർക്കും ചോദ്യം മനസ്സിലായല്ലോ അല്ലേ? ഏഴാമത്തെ ചോദ്യം ഇതാണ്: യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ആരാണ്? എട്ടാമത്തെ ചോദ്യം ഇതാണ്: യേശു അറിയുന്നില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശുവും അറിയുന്നില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യരുടെ ഏത് കൈപ്പണിയാലും ചെയ്യാൻ കഴിയാത്ത ഒന്ന് യേശുവിൽ കണ്ടു, എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മനുഷ്യരുടെ ഏത് കൈപ്പണിയാലും ചെയ്യുവാൻ കഴിയാത്ത ഒന്ന് യേശുവിൽ കണ്ടു, എന്താണ്? പത്താമത്തെ ചോദ്യം ഇതാണ്: യേശു കൊണ്ടുവരുവാൻ കൽപ്പിച്ച കഴുതക്കുട്ടിയുടെ പ്രത്യേകത എന്തായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശു കൊണ്ടുവരുവാൻ കൽപ്പിച്ച കഴുതക്കുട്ടിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുക.
കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചോദ്യങ്ങൾ മാർക്കോസിന്റെ സുവിശേഷം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: യേശു ഭൂതങ്ങളെ പന്നികളിലേക്ക് അയച്ചപ്പോൾ ഏകദേശം എത്ര പന്നികൾ ഉണ്ടായിരുന്നു? ഉത്തരം ഇതാണ്. ഓപ്ഷൻ സി, ഏകദേശം 2000 പന്നികൾ. മർക്കോസ് 5:13. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: വിതക്കാരൻ്റെ ഉപമയിൽ വിത്ത് മുളച്ചിട്ടും ഉണങ്ങിപ്പോയത് ഏത് കാരണത്താലാണ്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ സി, വേരില്ലായ്മയാൽ. മർക്കോസിന്റെ സുവിശേഷം 4:5, 6, 16, 17 വാക്യങ്ങൾ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: 5000 പേർക്ക് ഭക്ഷണം കൊടുത്ത ശേഷം യേശു ഒറ്റയ്ക്ക് പോയത് എവിടേക്കാണ്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ സി, മലയിലേക്ക്. മർക്കോസിന്റെ സുവിശേഷം 6:46. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: യേശുവിൻ്റെ ബന്ധുക്കൾ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഉത്തരം ഇതാണ്. മർക്കോസിന്റെ സുവിശേഷം 3:21 നമുക്ക് കാണാം, അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് അവർ പറഞ്ഞു. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: പരീക്ഷിക്കപ്പെടാൻ യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത് ആരാണ്? ഉത്തരം ഇതാണ്. ആത്മാവ്. 1:12. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: 2 ഘട്ടമായി സൗഖ്യം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ബത്സയിദയിലെ കുരുടന്. 8:24, 25 വാക്യങ്ങൾ. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: മറ്റുള്ളവർക്ക് ലഭിക്കാതിരുന്ന ഒന്ന് ശിഷ്യന്മാർക്ക് ലഭിച്ചു, അത് എന്താണ്? ഉത്തരം ഇതാണ്. ദൈവരാജ്യത്തിൻ്റെ മർമ്മം. 4:11. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: മത്തായിയിൽ അരുത് എന്ന് പറഞ്ഞത് മർക്കോസിൽ ആകാമെന്ന് പറഞ്ഞു, അത് എന്താണ്? ഉത്തരം ഇതാണ്. വടിയാണ് അതിൻ്റെ ശരിയായ ഉത്തരം. മർക്കോസ് 6:8 അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ മത്തായി 10:10 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: പഴയ നിയമത്തിൽ ഒരാൾ പറഞ്ഞ അതേ കാര്യം മർക്കോസ് സുവിശേഷത്തിലും ഒരാൾ പറഞ്ഞു, പറഞ്ഞത് എന്താണ്? പറഞ്ഞവർ ആരൊക്കെയാണ്? ഉത്തരം ഇതാണ്. രാജ്യത്തിൻ്റെ പകുതിയായാലും നിനക്ക് തരാം എന്നാണ് പറഞ്ഞത്. പഴയ നിയമം നാം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ അഹശ്വേരോശ് രാജാവ് എസ്റ്റേർ രാജ്ഞിയോട് പറയുന്നുണ്ട്, എസ്റ്റേർ 5:3. മർക്കോസിൽ ഹെരോദാവ് ഹെരോദ്യയുടെ മകളോട് പറയുന്നുണ്ട്, 6:22. പത്താമത്തെ ചോദ്യം ഇതായിരുന്നു: ശിഷ്യന്മാർ ഗ്രഹിക്കാതിരുന്നത് എന്താണ്? ഉത്തരം ഇതാണ്. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. അപ്പോൾ ശിഷ്യന്മാർ ഗ്രഹിക്കാതിരുന്നത് അപ്പത്തിൻ്റെ സംഗതിയാണ്. മർക്കോസ് 6:52. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഈ ചോദ്യത്തിന് ഉത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം ശരിയുത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ട് വലിയ ആൻസറുകളൊക്കെ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. നമ്മുടെ ആദ്യത്തെ വീഡിയോ, അതായത് പുതിയ നിയമത്തിലെ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആരുടെയെങ്കിലും വാട്സപ്പിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എല്ലാം ടൈപ്പ് ചെയ്തിട്ട് അവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതിയാവും. അതെങ്ങനെയാണെന്നുള്ളത് മത്തായി സുവിശേഷത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. അതൊന്ന് കണ്ടു നോക്കുക. വളരെ ഉത്സാഹത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ട് അറിയിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓരോന്നോരോന്നായിട്ട് ആൻസർ അയക്കരുതെന്ന്. കഴിഞ്ഞ ദിവസവും ഓരോന്നോരോന്നായിട്ട് ആൻസർ അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് പ്രായമുള്ള ആൻറ്റിമാരാരെങ്കിലും ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയാണ് ഓരോന്നോരോന്നായിട്ട് ആൻസർ അയച്ചിരിക്കുന്നത്. ഏതായാലും ദൈവവചനം പഠിക്കുവാൻ കാണിക്കുന്ന ഉത്സാഹത്തെ ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ഈ ചോദ്യങ്ങൾക്ക് ആരാണ് ശരിയുത്തരം അയച്ച് വിജയികളായിരിക്കുന്നതെന്ന് നോക്കാം. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയച്ച് വിജയിയായിരിക്കുന്നത് സിസ്റ്റർ എലിസബത്ത് സാം. ഒരാൾ മാത്രമാണ് വിജയിയായിരിക്കുന്നത്. പല പ്രിയപ്പെട്ടവർക്കും തെറ്റിപ്പോയൊരു ചോദ്യം, പഴയ നിയമത്തിൽ ഒരാൾ പറഞ്ഞ അതേ കാര്യം മർക്കോസ് സുവിശേഷത്തിലും ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പല പ്രിയപ്പെട്ടവരും യേശുവും യെശയ്യാവും യേശുവും മോശയുമൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഒരു ഉദ്ധരണിയായിട്ടാണ് നാം കണക്കാക്കുന്നത്. പഴയ നിയമത്തിലെ ഒരു കാര്യം അല്ലെങ്കിൽ പ്രവചനത്തിലെ ഒരു കാര്യം പുതിയ നിയമത്തിൽ പറയുമ്പോൾ അതിനെ ഉദ്ധരണിയായിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. എന്നാൽ യേശു മോശ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ യെശയ്യാവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്നവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ദൈവവചനം പഠിക്കുവാനുള്ള ഒരു കാരണമായി തീരും. അപ്പോൾ എല്ലാവരും അപ്രകാരം ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അതിന് മറുപടി തരും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആ കമൻറ്റിനെ ടാഗ് ചെയ്താലും ഉത്തരങ്ങൾ അയക്കരുത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മൾ ഒരുമിച്ച് മറയ്ക്കുമാറാകട്ടെ. ആമേൻ.